നല്ല ഉള്ളിൽ നിന്നൊക്കെ നല്ലൊരു കുളിരിങ്ങ് വരുവാണ് ഈ കോടയൊക്കെ വന്ന് ചെറിയൊരു ചാറ്റമഴയൊക്കെ വരുമ്പോഴേക്കും. എല്ലാവർക്കും നമസ്കാരമുണ്ട്. ഞാൻ ഇവിടെ നമ്മളുടെ കൂടാരം ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയുള്ളൊരു നല്ല സ്ഥലം നോക്കി നടക്കുകയാണ്. അവിടെ ഒന്നും പറ്റത്തില്ല. അവിടെയൊക്കെ ഇതുണ്ടാവും, എല്ലാം കല്ല് പിടിച്ച സ്ഥലമാണ്. ഈ പുല്ലൊക്കെ കുറച്ച് വളർന്നായിരുന്നെങ്കിലേ നമുക്ക് ആ പുല്ലൊക്കെ ഒന്ന് ചായച്ചിട്ട് നമ്മൾക്ക് അവിടെ അങ്ങ് സെറ്റ് ചെയ്യാമായിരുന്നു ടെൻറ്റ്. ഇവിടെയൊക്കെ പറ്റും, പക്ഷേ അത്രയ്ക്കൊരു സുഖമില്ല, നല്ല സ്ഥലമല്ല. ഞാൻ ഇതിൽ കുറേ നടന്നു നോക്കി. നമ്മൾക്ക് ഇവിടെ ഇരിക്കണ്ട, ഈ ടോപ്പിൽ ഇരിക്കണ്ട, കുറച്ച് താഴ്ഭാഗത്തോട്ട് ഇറങ്ങിയിട്ട് അവിടെ ഇരിക്കാം. കണ്ടോ, ഇവിടെയൊക്കെ മഴ പെയ്യുന്ന വെള്ളമെല്ലാം അന്നേരം തന്നെ ഒലിച്ച് താഴോട്ട് പോകുന്ന സ്ഥലമാണ്. അതുകൊണ്ടോ ഇവിടെയൊക്കെ പെയ്യുന്ന വെള്ളം ഇതിലേ ഒലിച്ചിങ്ങനെ താഴോട്ടങ്ങ് പോവുകയാണ്. അപ്പോഴവിടെ കുറച്ച് സ്ഥലം കണ്ടോ, ഞാൻ ഒരു കല്ലൊക്കെ വെച്ചിട്ട് മാറ്റി വെച്ച് അവിടെ ഒരു ക്ലിയർ ആക്കിയിട്ടുണ്ട്. നമ്മൾക്ക് അവിടെയായിട്ട് സെറ്റ് ചെയ്യാം. എന്തായാലും നല്ല മഴക്കാറും കാര്യങ്ങളൊക്കെയാണ്. ഒരാഴ്ചത്തെ ഇടവേളയ്ക്ക് ശേഷം ഇന്ന് കുറച്ചൊരാശ്വാസമുണ്ട്. പക്ഷേ ഇന്ന് വീണ്ടും 2 ന്യൂനമർദ്ദം ഒരുമിച്ച് വന്നിട്ടുണ്ട്. എന്താകുമെന്ന് അറിയത്തില്ല. മഴ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഈ സംഭവം നിൽക്കത്തില്ല. അതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം. സൂര്യാസ്തമയം ആകുന്നുണ്ട്. ഇങ്ങനെ നിന്നാൽ നമ്മൾക്ക് പ്രത്യേകിച്ച് അറിയാൻ പറ്റത്തില്ല എപ്പോഴാണ് ഈ മഴ പെയ്യുന്നതെന്ന്. എപ്പോഴാണ് ഇതിങ്ങനെ എല്ലാം കൂടി ഒരു സൈഡിൽ നിന്ന് വന്നിട്ട് മൊത്തത്തിലങ്ങ് മഴയാവും. കുറച്ച് തെളിഞ്ഞ കാലാവസ്ഥയാണെങ്കിൽ നമുക്കറിയാം, ഉച്ച ദൂരത്തു നിന്നൊക്കെ മഴ വരുവാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. ഇതിപ്പം ഇങ്ങനെ മൂടി നിൽക്കുവാണെങ്കിൽ ഒന്നും പറയാൻ പറ്റത്തില്ല. അവിടെ കുറച്ച് വീടുകളുണ്ടല്ലോ. ആ ദൂരെയൊക്കെ ഞാൻ വിചാരിച്ചത് എന്തോ വാട്ടർഫാൾസ് എന്നാണോ വിചാരിച്ച്. വൈറ്റായിട്ട് കാണുന്നുണ്ടോ അവിടെയൊക്കെ സ്പോട്ടുകൾ. അതൊരു പള്ളിയാണ്. നമുക്ക് സ്റ്റേ ചെയ്യുന്ന സ്ഥലം അവിടെയാണേ. ആ കല്ലൊക്കെ അങ്ങ് ക്ലിയർ ആക്കിയപ്പോഴേക്കും നമുക്ക് സ്ഥലം സെറ്റായിട്ടുണ്ട്. അടിപൊളി, കൊള്ളാം അല്ലേ? വേനൽക്കാലത്തൊക്കെ നല്ല അടിപൊളിയായിരിക്കും ഇവിടെ. കുറച്ച് കഴിഞ്ഞ് സെറ്റ് ചെയ്യാം. സൂര്യാസ്തമയം ആകട്ടെ. മഴ പെയ്യുമോ ഇല്ലയോ എന്ന് നമ്മൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. പെയ്ത് കഴിഞ്ഞാൽ പണിയും കിട്ടും. അവിടെയല്ലേ മഴയുണ്ട്, ആ ഭാഗം പടിഞ്ഞാറ്. കടലൊക്കെ അവിടെയാണ് വരുന്നത്, അതുകൊണ്ടായിരിക്കണം. കിഴക്കും വലിയ മോശമൊന്നുമല്ല.
ടെൻ്റൊക്കെ സെറ്റായിട്ടുണ്ട്. സൂര്യാസ്തമയം ഇന്നത്തെ കാര്യം തീരുമാനമാകാൻ പോവുകയാണ്. നമുക്കേ ഈ സംഭവങ്ങളൊക്കെ ഇവിടെ ഇരിക്കട്ടെ. ഞാൻ ബാഗ് എടുത്ത് അതിൻ്റെ ഉള്ളിൽ വെക്കണം. അതിനുശേഷം റെയിൻ കോട്ട് എടുത്തിട്ട് നമുക്ക് അവിടെ പോയിരിക്കാം. കുറച്ചും കൂടി ഹൈറ്റുള്ള സ്ഥലമാണല്ലോ. എൻ്റെ പൊന്നോ, നല്ല കോട അവിടെ നിന്ന് കയറി വരുന്നുണ്ട്. ഞാൻ സംഭവങ്ങളൊക്കെ എടുത്ത് ടെൻറ്റിൻ്റെ അകത്ത് വെച്ചു. മഴ വരുവാണെങ്കിൽ നമുക്ക് ഇതിട്ടിട്ട് ഇവിടെ ഇരിക്കാം. ഈ സമയത്ത് കുറച്ചും കൂടി ഇരുട്ടാകണം, അല്ലെങ്കിൽ ഭയങ്കര ചൂടായിരിക്കും ടെൻറ്റിൻ്റെ അകത്ത് മഴയത്ത്. മൊത്തം കോട വരാൻ തുടങ്ങി. നമുക്ക് എന്തായാലും ഇവിടെ ഇരിക്കാം. എന്താ സീനെന്ന് നോക്കാം. അവിടെ കുറച്ച് വീടുകളൊക്കെ ഉണ്ടായിരുന്നു, അതൊന്നും കാണുന്നില്ല. അടിപൊളി. ഈ ഭാഗത്ത് മഴയൊന്നുമില്ല കേട്ടോ. ഈ പുറകിൽ നിന്നാണ് നമ്മുടെ വരുന്നത്, ഈ ഭാഗത്തു നിന്നാണ് വരുന്നത്, മുകൾ ഭാഗത്തുമില്ല. നല്ല ഒന്നാന്തരം ക്ലൈമറ്റ്. ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചാറ്റൽ മഴയുണ്ട്. അവിടെയൊക്കെ കണ്ടോ കോട കയറിയിട്ടുണ്ട്. ആ വീടുകളൊക്കെ കുറച്ച് കാണാൻ തുടങ്ങി. അവിടെ ഒരു വീടുണ്ടായിരുന്നല്ലോ, ചെറുതായി ലൈറ്റായിട്ട് കാണാം. ഇപ്പം നമുക്കിവിടെ നല്ല കോടയാണേ. നമ്മൾക്ക് കണ്ടോ ആ ദൂരെയൊക്കെ കുറച്ച് ആൾക്കാർ അവിടെ ഇരിപ്പുണ്ട്. നമുക്ക് അവരെയൊന്നും കൃത്യമായിട്ട് കാണാൻ പറ്റുന്നില്ല. കുറച്ച് ആൾക്കാർ വന്നായിരുന്നു, കുറച്ച് കുട്ടികളൊക്കെ ആയിട്ട്. അപ്പോഴവർ ഈ ചാറ്റമഴ പെയ്യുന്നതുകൊണ്ട് അവർ ഓടിക്കളഞ്ഞു എല്ലാവരും. അടിപൊളി, നല്ല ഒന്നാന്തരം. അല്ല എന്നാ പറയുന്നത്, ഒരു മനസ്സിന് നല്ല സുഖമുണ്ട്. നല്ലൊരു ചെറിയ കാറ്റും. വലിയ പെരുമഴ പെയ്യാണ്ടിരുന്നാൽ മതി. പെരുമഴയത്ത് നമ്മുടെ ടെൻറ്റ് പിടിച്ച് നിൽക്കത്തില്ല. ടെൻറ്റ് അവിടെയാണേ, ഈ ആ കുഴിയിലാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. അഥവാ കാറ്റ് വരുവാണെങ്കിൽ വെസ്റ്റിൽ നിന്നാണ് കാറ്റ് വരുന്നത്. അപ്പം അത് നേരെ ടോപ്പിക്കൽ ചെയ്താൽ നേരെ അങ്ങോട്ട് വിട്ടോളും, നമുക്ക് കാറ്റടിക്കത്തില്ല. അടിപൊളി അടിപൊളി. എന്താ സുഖമെന്ന് അറിയാമോ. ഉള്ളിലൊക്കെ അങ്ങ് തണുപ്പ്. അവിടെ കുറച്ച് പേരുണ്ട്, അവരും കൂടി പോവുകയാണ്. അവർ പേടിയായിട്ടാണെന്ന് തോന്നുന്നു. യാ, അടിപൊളി, സൂപ്പർ. ആ ദൂരത്ത് നോക്കി നമ്മുടെ റെയിൻ കോട്ട് അവിടെ ഇരിപ്പുണ്ട്. അത് പറന്നു പോവും. 100 രൂപയുടെ സാധനമാണേ. മുകളിൽ വലിയ തരക്കേടില്ല, പക്ഷേ സൈഡിലൊക്കെ സീനാണ്. അതിൻ്റെ ഇടയ്ക്ക് അലേർട്ടും ഉണ്ട്. നോക്കാം നമുക്ക്. ചെറിയ മഴ, ചാറ്റൽ മഴയാണെങ്കിൽ നമ്മൾക്ക് സുഖമായിട്ടിരിക്കാം, വേറെ പ്രശ്നമൊന്നുമില്ല. ഇരുട്ടുമായി കോടയും കയറി വരുന്നുണ്ട്. നല്ല പ്രളയം വരാനുള്ള സാധ്യതയാണ്. നല്ല ചുറ്റുപാടൊക്കെ നല്ല മേഘം കയറിയിട്ടുണ്ട്. എന്തായാലും വന്നു, വരുന്നിടത്ത് വെച്ച് കാണാം. കൊള്ളാമല്ലേ, നല്ല കാർമേഘമാണ്. നേരെ മുകളിൽ വലിയ കുഴപ്പമൊന്നുമില്ല, ചുറ്റോട് ചുറ്റും മഴ ചാറുന്നുണ്ട്. നമുക്ക് ടെൻറ്റിലോട്ട് വിടാം, അതായിരിക്കും കുറച്ചും കൂടി നല്ലത്. സംഭവം നല്ല മഴയാണ് കേട്ടോ. വരുന്നുണ്ട് വരുന്നുണ്ട് വരുന്നുണ്ട്. നമുക്കിന്ന് ഇതിൻ്റെ അകത്താണ് പരിപാടി. എൻ്റെ പൊന്നോ, നല്ല മഴ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ പെട്ടെന്ന് ലൈറ്റ് ഒന്ന് സെറ്റ് ചെയ്തിട്ട്. ഇവിടെ എന്തായാലും കാറ്റില്ല. ഈ താഴ്ഭാഗത്തിരുന്ന കാരണമേ വലിയ കുഴപ്പമില്ല. മുകളിലായിരുന്നെങ്കിൽ നേരെ സ്ട്രൈറ്റ് അല്ലായിരുന്നു, നല്ല കാറ്റടിച്ചു. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ട്. ഇതിനകത്ത് പറന്ന സൗണ്ടാണ് ഈ വെള്ളം വീഴുന്നു, മഴവെള്ളം വീഴുന്നു. നല്ല മഴയാണെങ്കിൽ നനയുന്നു. നനയെന്ന് വെച്ചാൽ തുള്ളിയായിട്ട് അകത്തോട്ട് വീഴത്തില്ല. ഈ ക്ലോത്തായിട്ട് നനഞ്ഞ് സൈഡിൽ കൂടെ ഇറങ്ങിപ്പോയി. ഈ വെളുത്ത സാധനം ലൈറ്റായിട്ടൊന്നും നനയും. മഴ നല്ല സ്ട്രോങ് ആയിട്ടാണല്ലോ വരുന്നത്. ഇന്നത്തെ ദിവസം ഇനി മഴ നിൽക്കത്തില്ല. കഴിഞ്ഞ ദിവസം ഇങ്ങനെയായിരുന്നു. തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ഒരു 2-3 ദിവസം കണ്ടിന്യൂസ് മഴയാണ്. വളരെ കുറച്ച് സാധനങ്ങളെ എടുത്തുള്ളൂ. നമ്മുടെ ഒറ്റ ബാഗേ എടുത്തുള്ളൂ. എല്ലാം അതിനകത്ത് കയറ്റി. അതിനകത്ത് കൊള്ളാവുന്ന സാധനങ്ങളൊക്കെ ഇങ്ങനെ എടുത്തു. മഴക്കാലമല്ലേ, മഴ പെയ്യുമെന്നോ ഏകദേശം ഒരു ഐഡിയ ഉണ്ട്. എന്തായാലും ഇത്ര കാര്യമായിട്ട് പെയ്യുമെന്നോ വിചാരിച്ചില്ലായിരുന്നു.
ബ്രെഡൊക്കെ വാങ്ങിച്ചാണ് വന്നിരിക്കുന്നത്. ബ്രെഡും മുട്ടത്തോരനും ഉണ്ടാക്കാം, അടിപൊളിയാക്കാം. മഞ്ഞപ്പൊടിയൊക്കെ തീർന്നു, മഞ്ഞപ്പൊടി കുറച്ചേ ഉള്ളൂ കേട്ടോ. മഴ പെയ്യത്തല്ലേ, നമ്മളിങ്ങനെ ഒരു ചെറിയൊരു ചായയിലാണ് ചെയ്യുന്നത്, അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. അടിയിൽ വെള്ളം കെട്ടി നിൽക്കത്തില്ല. ഇത് കുറച്ച് പഴയ ടെൻ്റാണ്, എത്ര ദിവസമായി, നമ്മൾ രണ്ട് വർഷത്തിൽ കൂടുതലായി ഉപയോഗിക്കുന്നു. ഇങ്ങനെ മറക്കുമ്പോഴേ ഈ അടിഭാഗത്ത് ഈ മെറ്റീരിയൽ ഉണ്ടല്ലോ, അത് അനേകത്തില്ല പൊതുവെ, പക്ഷേ നമ്മൾ ഒരുപാട് പ്രാവശ്യം യൂസ് ചെയ്യുമ്പം പൊട്ടലുണ്ടാകും, ചെറിയ പൊട്ടൽ. ആ പൊട്ടലേക്ക് വെള്ളം നല്ല കയറി വരും. പെപ്പർ, ഉപ്പ്, മല്ലിപ്പൊടി, മുളക് പൊടി, ചിക്കൻ മസാല, എല്ലാ മസാലകളൊക്കെ ഫില്ല് ചെയ്ത് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് അടിപൊളി സാധനമാണ്, 5 രൂപയുടെ കവറാണ്. എല്ലാ കറിക്കകത്ത് ഏത് കറി വെച്ചാലും അതിനകത്ത് കുറച്ചിട്ട് നല്ല അടിപൊളി കറി. ഇവിടെ വെന്റിലേഷനൊക്കെ ഉള്ളത് നല്ല അടിപൊളിയാണ്, നമുക്കൊരു നല്ല സുഖമായിട്ടിരിക്കാം. ഇതിൻ്റെ അകത്തൂടെ എയർ കയറി വരും, 2 നെറ്റ്സ് ഉണ്ട്. കാറ്റടിക്കുമ്പോൾ നമ്മൾ മുകളിലിരിക്കുമായിരുന്ന പണി കിട്ടും, താഴെ ഇറങ്ങിയിരുന്ന കാരണം കുഴപ്പമില്ല. സംഭവം സെറ്റായിട്ടുണ്ട്. ഓരോ കട്ടനും കൂടി വെച്ചിരിക്കാം. അകത്ത് നല്ല ചൂടാകും, നമ്മൾ കുക്ക് ചെയ്യുമ്പോഴേക്കും നല്ല ചൂടാകും. കുറച്ച് തിക്കായിട്ടിരിക്കും. ഓരോരോ രീതികളാകുമ്പോൾ മാറണം. നമുക്ക് ചൂടാകാത്ത 2 ബ്രെഡും കൂടി കഴിക്കാം, ചേർക്കണം. മഴയുടെ ശക്തി കുറച്ച് കുറഞ്ഞു തോന്നുന്നു. നമ്മൾ ഇരുന്ന ഭാഗം ഇവിടെ കുറച്ച് കുഴിയായി. ഇവിടെ ഇടയ്ക്ക് എനിക്ക് പിൻഭാഗം കുറച്ച് നനഞ്ഞ് ഇവിടുന്ന് എവിടെയോ വെള്ളം കയറി വരുന്നുണ്ട്. ഇരുന്നിരുന്ന് കുഴിഞ്ഞു പോയതാണോ സംശയം. ഓ, പുറത്ത് നല്ല മഞ്ഞ കേട്ടോ.
9 മണി ആകുന്നു, 8:45. നേരത്തെയാണ്. അപ്പോൾ ശരി, എല്ലാവർക്കും ഗുഡ് നൈറ്റ്. നമുക്ക് നാളെ രാവിലെ കാണാം.